ഹലോ എവരിവൺ. ഇന്ന് ക്ലാസ് 8 സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് ഒരു നമ്പർ തന്നിട്ട് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Find the smallest number by which 300 must be multiplied so that it becomes a perfect square. Also find the square root of the perfect square so obtained. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കീവേഡാണ്. ഇവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 300നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4 എന്ന് വെച്ച് ചെയ്യരുത്, പ്രൈം നമ്പേഴ്സ് വെച്ച് മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 300 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 150 വീണ്ടും ഈവൻ നമ്പർ, അപ്പോൾ വീണ്ടും 2 വെച്ച് ചെയ്യുന്നു. അപ്പോൾ 75 കിട്ടും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 15, 15ൽ പിന്നെ 5 ചെയ്യുമ്പോൾ 3. അപ്പോൾ നമുക്ക് 300നെ എങ്ങനെ എഴുതാം? 2 × 2 × 5 × 5 × 3. ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ 2ന് പെയറുണ്ട്, ഇവിടെ 2 5 ഉണ്ട്, അപ്പോൾ 5നും പെയറുണ്ട്. ഇവിടെ 3ക്ക് മാത്രം പെയറില്ല. അപ്പം 3 ഹാസ് നോ പെയർ. അപ്പോൾ എന്താണ്? 300 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പെയറില്ലാത്ത 3ക്ക് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെയർ വരും. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവും. അപ്പോൾ 300 × 3, 2 × 2 × 5 × 5 × 3 × 3. കണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാത്തിനും പെയർ വന്നു. 2ന് പെയർ വന്നു, 5ന് പെയർ വന്നു, 3ക്ക് പെയർ വന്നു. ഇനി 300 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 900. അപ്പോൾ 900 ആണ് ആ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് അത് എഴുതണം കേട്ടോ. അത് സ്മോളസ്റ്റ് ഈസ് എന്താണ്? 3. കാരണം നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണല്ലോ ഇതിന് പേര് കിട്ടിയത്. ഇനി 900ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 900 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൽ നിന്ന് ഇവിടെ 2 2 ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഒരു 2 എടുക്കുക. ഇവിടെ 2 5 ഉണ്ട്, അതിൽ നിന്ന് ഒരു 5 എടുക്കുക. ഇനി ഇവിടെ 2 3 ഉണ്ട്, അതിൽ നിന്ന് ഒരു 3 എടുക്കുക. അപ്പോൾ 2 × 5 × 3 30. 30 ആണ് 900ൻ്റെ സ്ക്വയർ റൂട്ട്. Find the smallest number by which 300 must be divided so that it becomes a perfect square. Also find the square root of the perfect square so obtained. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്? മുമ്പത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഞാൻ ആ കീവേഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അവിടെ മൾട്ടിപ്ലൈഡ് ആയിരുന്നു, ഇവിടെ ഡിവൈഡഡ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 300നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 300 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 150 വീണ്ടും 2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 75 കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 15 വീണ്ടും 5 ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി 300നെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി ഇങ്ങനെ എഴുതാം. 2 × 2 × 5 × 5 × 3. ഇനി ഫാക്ടേഴ്സിനെ പെയർ ചെയ്യാം. 2ന് പെയറുണ്ട്, 5ന് പെയറുണ്ട്, 3ക്ക് പെയറില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ എന്താണ്? നമ്മുടെ റിക്വയർഡ് സ്മോളസ്റ്റ് നമ്പർ എന്താണ്? 3. 300 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 300 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. ഇനി 100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതെവിടെ നമ്മുടെ ഈ 300ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലേ, ഇവിടെ ആ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ 3 പോയില്ലേ, ബാക്കിയുള്ളതാണ് 100ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. 2 × 2 × 5 × 5. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്തായിരിക്കും? ഇവിടെ 2 2 ഉണ്ട്, അതിൽ നിന്ന് ഒരു 2 എടുക്കുക. പിന്നെ ഇവിടെ 2 5 ഉണ്ട്, അവിടെ നിന്ന് ഒരു 5 എടുക്കുക. അപ്പോൾ 10 ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. Find the least number that must be subtracted from 1989 so as to get a perfect square. Also find the square root of the perfect square so obtain. ഇവിടെ കീവേഡ് നോക്കുക, സബ്ട്രാക്റ്റഡ്, അതായത് സബ്ട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ ഓർ അഡീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ഇനി നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. 1989. ആദ്യം തന്നെ ബാർ ഇട്ട് കൊടുക്കുക. ഏറ്റവും റൈറ്റ് എൻഡിൽ നിന്ന് 2 2 വെച്ചിട്ട് പെയർ ചെയ്തിട്ട് ബാർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് ബാർ, ഏറ്റവും ലെഫ്റ്റ് എൻഡിലുള്ള ബാർ 19 ആണ് വന്നിരിക്കുന്നത്. ഇനി 19ൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 16 ആണ്. ഇനി 16 എന്തിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഡിവൈസറിലും
കോഷൻറ്റിലും 4 ഇട്ട് കൊടുക്കുക. ഇനി സബ്ട്രാക്ട് ചെയ്യുക. 19 നിന്ന് 16 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടി. ഇനി നമ്മളിവിടെ അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു ബാറിൻ്റെ താഴെ വരുന്ന ഫുൾ നമ്പറാണ് നമ്മൾ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ 89 താഴേക്ക് കൊണ്ടുവരിക. ഇനി ഈ 389നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഷൻ്റ് നോക്കുക. കോഷനെ ഡബിൾ ചെയ്യുക 8. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. ഈ ഡാഷ് എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 81 ആണ് ഇവിടെ നമ്മൾ 1 ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ 81 × 1 ചെയ്യും. 82 ആണെങ്കിൽ 82 × 2 ചെയ്യും. 83 ആണെങ്കിൽ അങ്ങനെ. അത് ഏത് ഡിജിറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഡിജിറ്റ് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഗസ് ചെയ്യണം. ഇവിടെ 389 എന്നാണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പോൾ ഇവിടെ ഏത് നമ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 389ൻ്റെ അടുത്ത് വരും എന്ന് നോക്കുക. അപ്പോൾ 4 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 4 × 4 16. ഇവിടെ 1 വരും. അപ്പോൾ 33 336 വരും. അപ്പോൾ ആ 4 ഇവിടെയും ഇട്ട് കൊടുക്കുക. 336. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 53 കിട്ടും. അപ്പോൾ റിമൈൻഡർ വരുന്നത് 53 ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 44 സ്ക്വയർ. ഇവിടെ കോഷൻ്റ് വന്നിരിക്കുന്ന 44 ആണ്. അപ്പോൾ 44ൻ്റെ സ്ക്വയർ ഇസ് ലെസ് ദാൻ 1989. എന്നിട്ട് നമുക്ക് റിമൈൻഡർ വന്നിരിക്കുന്നത് 53 ആണ്. അപ്പോൾ നമ്മൾ ഈ 1989 നിന്ന് ഈ റിമൈൻഡർ അതായത് ഈ 53 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ 1989 53 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1936. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ നമ്മളിവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ലീസ്റ്റ് നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് എന്നുണ്ട്. അത് എഴുതി വയ്ക്കുക. ലീസ്റ്റ് നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഈക്വൽ ടു 53. ഇനി നമ്മളോട് അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിച്ചു. 1936 എന്നുള്ളതാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ 1936 ഈക്വൽ ടു അത് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്തപ്പോൾ കോഷൻ്റ് കിട്ടിയില്ലേ 44, അതാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ എപ്പോഴും അതിൻ്റെ കോഷൻ്റ് എഴുതി വെച്ചാൽ മതി ഈ സബ്ട്രാക്ഷൻ മെത്തേഡിൽ. Find the least number that must be added to 1989 so as to get a perfect square. Also find the square root of the perfect square so obtained. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ്? ആഡഡ് ആണ്. ആഡഡും സബ്ട്രാക്ഷനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഡിവിഷൻ മെത്തേഡ്. ഇനി നമ്മൾ 1989നെ ഡിവിഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോഷൻ്റ് കിട്ടുന്നത് 44 ആണ്. റിമൈൻഡർ കിട്ടുന്നത് 53 ആണ്. ഈ അഡീഷൻ വരുന്ന സ്ഥലത്തെ നമുക്ക് റിമൈൻഡർ വെച്ച് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 44ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1989നേക്കാളും ലെസ് ആണ്. അപ്പം അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്താ? 45ൻ്റെ സ്ക്വയർ. സ്ക്വയർ. ഇനി 45 സ്ക്വയർ നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കുക. 45 × 45 അപ്പോൾ നമുക്ക് 2025 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ്. അപ്പോൾ അത് എഴുതുക. ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ഈക്വൽ ടു നമ്മുടെ 45 സ്ക്വയർ 2025 നമ്മുടെ 1989 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 36 കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 1989ൻ്റെ കൂടെ 36 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതാരാണ്? 2025. ഇനി 2025ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2025 ഈക്വൽ ടു എന്തായിരിക്കും? 45 അല്ലേ? നമ്മളിവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 45. അടുത്തത് നിങ്ങൾക്കുള്ള 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.